Hello friends, welcome to Electron College. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി സി മെഷീൻസ് ആണ്. ഡി സി മെഷീൻ്റെ സെക്ഷനുകളിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനായ ആർമേച്ചർ റിയാക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സിലെ ഒരു ഭാഗമാണ് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതോടുകൂടി ഏകദേശം തിയറി പാർട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യും ഡി സി മെഷീൻസിൻ്റെ. നമുക്കതിലേക്ക് കടക്കാം. സോ വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് നമ്മുടെ ബ്രഷസ് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ട് പഠിച്ചത് അല്ലേ. ബ്രഷസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ ബ്രഷുകളുടെ പ്ലേസിങ് തന്നെ ഇവിടെ ഇപ്പോൾ ഇതാണ് സപ്പോസ് ഇത് നോർത്തും ഇത് സൗത്തും ആണെങ്കിൽ നമ്മുടെ ബ്രഷുകൾ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം അല്ലേ, നമ്മളത് പഠിച്ചു. അതായത് ഇതാണ് നമ്മുടെ ഡി ആക്സിസ്, ശരിയല്ലേ, ഇതാണ് നമ്മുടെ ക്യൂ ആക്സിസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രഷസ് ആർ ഫിസിക്കലി ശരിക്കും ഒറിജിനലി പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ഡി ആക്സിസിലാണ്. പക്ഷേ ഇലക്ട്രിക്കൽ കണക്ഷൻ കാണിക്കുക എവിടെയാണ്, ക്യൂ ആക്സിസിലാണ്. ഓക്കെ, ക്യൂ ആക്സിസിലാണ് നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷൻ കാണിക്കുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ന്യൂട്രൽ ആക്സിസിൽ അല്ലെങ്കിൽ പറഞ്ഞ GNA നമുക്ക് എന്ത് ചെയ്യണം, 0 EMF വരാൻ പാടുള്ളൂ. അപ്പം നമ്മൾ കാണിക്കേണ്ടത് ക്യൂ ആക്സിസിലാണ്. എന്നാലും മാത്രമേ ഇലക്ട്രിക്കലി കണക്ഷൻ നമുക്ക് പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ കണക്ഷൻ്റെ ബേസ് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ ഈ ബ്രഷ് ഇവിടെ എന്തെങ്കിലും ഷിഫ്റ്റ് എന്താണെന്ന് നമ്മൾ കാര്യം പറഞ്ഞു അല്ലേ. GNA മാത്രമല്ല, ഇവിടെ ഒരു MNA ചെറിയൊരു ബ്രഷ് ഷിഫ്റ്റ് വരും. ബ്രഷ് ഷിഫ്റ്റ് വരുമ്പോൾ നമ്മുടെ EMF വിൽ നോട്ട് ബി നോൺ സീറോ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, സ്പാർക്കിംഗ് അത് ലോഡഡ് കണ്ടീഷനിലാണ് വരിക. നോൺ ലോഡഡ് കണ്ടീഷനിൽ ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ EMF 0 തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു ബ്രഷ് ഷിഫ്റ്റ് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും, EMF കോയിലുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും, സ്പാർക്കിംഗ് ഒക്കെ ചെയ്യും. അപ്പം ആർമേച്ചർ റിയാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫ്ലക്സ് ഡെൻസിറ്റി 0 ആവില്ല, EMF നോൺ സീറോ ആവും. അപ്പം ദസ് സ്പാർക്കിംഗ് ഒക്കേഴ്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് അപ്പോൾ ബ്രഷ് ഷിഫ്റ്റിങ് ഒരു നല്ലൊരു പ്രോസസ്സ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് കോസസ് എറേഴ്സ് അല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ചെറിയ ചെറിയ ഡി സി മെഷീനിൽ നമുക്കത് കുഴപ്പമില്ല. പക്ഷേ ഇറ്റ് വിൽ കോസ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ആ സ്മോൾ ഡി സി മെഷീൻസിൽ ആ പ്രശ്നമില്ല. പക്ഷേ ലാർജ് ഡി സി മെഷീൻസിൽ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങും ഇൻ്റർപോൾസും ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങുകളും ഇൻ്റർപോളുകളും യൂസ് ചെയ്യണം. ഓക്കെ, സോ ഇൻ ഡി സി മെഷീൻസ് ടു റെഡ്യൂസ് യുവർ ആർമേച്ചർ റിയാക്ഷൻ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് and interpoles are used. ഓക്കെ, ഇനി എന്താണ് ഇൻ്റർപോൾ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇൻ്റർപോൾസ് അതായത് ഇതാണ് നമ്മുടെ രണ്ട് മെയിൻ ഫീൽഡ് പോളുകൾ. ഓക്കെ, ഇതാണ് നമ്മുടെ പോളുകൾ. അപ്പോൾ മെയിൻ ഫീൽഡ് പോളുകൾ ഈ രണ്ട് പോളിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ മെയിൻ ഫീൽഡ് പോൾ ഡി ആക്സിസിലാണ്. ഇതിനെ നമുക്ക് പോളാർ ആക്സിസ് എന്ന് വിളിക്കാം. കാരണം പോൾസിൻ്റെ അവിടെയുള്ള ആക്സിസ് ആണ് പോളാർ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർപോൾസിൽ നമ്മൾ പറഞ്ഞു പോളാർ ആക്സിസ് എന്ന് പറയുന്നത് ഈ പോൾസിൻ്റെ അതേ ഡി ആക്സിസിലുള്ള അതേ അലൈൻ ചെയ്ത ആക്സിസ് ആണ് പോളാർ ആക്സിസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ബിറ്റ്വീൻ, അതായത് ഈ രണ്ട് ആക്സിസിൻ്റെ ഇടയിലുള്ള ഈ ആക്സിസ്, അതായത് ക്യൂ ആക്സിസ്. ഓക്കെ,
ഈ ക്യൂ ആക്സിസിൻ്റെ പേരാണ് ആക്ച്വലി ഇൻ്റർപോളാർ റീജിയൻ. ഇതിനെ ഇൻ്റർപോളാർ റീജിയൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഡി ആക്സിസ് അല്ലെങ്കിൽ പോളാർ ആക്സിസ്, ക്യൂ ആക്സിസ് അല്ലെങ്കിൽ ഇൻ്റർപോളാർ ആക്സിസ്. ഓക്കെ, അപ്പം ഈ പോൾസിൻ്റെ ഇടയിൽ ഇൻ്റർപോളാർ റീജിയനിൽ നമ്മൾ പോൾസിനെ കണക്ട് ചെയ്യുവാണെങ്കിൽ, ഇവിടെ നമ്മൾ പോൾസിനെ കണക്ട് ചെയ്യുവാണെങ്കിൽ സം പോൾസ്, ഞാൻ പോൾസ് കണക്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ പറയുന്നു സം പോൾസിനെ നമ്മൾ ഇവിടെയും കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവയെ വിളിക്കുന്ന പേരാണ് ഇൻ്റർപോൾസ്. ഓക്കെ, അവയെ വിളിക്കുന്ന പേരാണ് ഇൻ്റർപോൾസ്. ഓക്കെ, അപ്പം നമുക്കറിയാം, നമുക്ക് ഈ ദ കോയിൽസ് ബീയിങ് കമ്മ്യൂട്ടേറ്റഡ് അലോങ് GNA അല്ലെ, ആർമേച്ചർ റിയാക്ഷൻ കാരണം GNA കമ്മ്യൂട്ടേറ്റഡ് ആയ കോയിൽ എങ്ങനെയാണ് കോയിൽ എവിടെയാണ് ലൈ ചെയ്യുന്നത്? GNAയിലാണ് ലൈ ചെയ്യുന്നത്, കമ്മ്യൂട്ടേഷൻ ഉണ്ടായ കോയിൽ. ഓക്കെ, പക്ഷെ ആർമേച്ചർ റിയാക്ഷൻ കാരണം എന്തായി, അതൊരു ഷിഫ്റ്റായി MNAയിലേക്ക്. അപ്പോൾ ദ കോയിൽ ബീയിങ് കമ്മ്യൂട്ടേറ്റഡ് ലെവൽ ലൈ അലോങ് GNA, പക്ഷെ ആർമേച്ചർ റിയാക്ഷൻ കാരണം ഈ MNA എന്ത് ചെയ്യും, GNA കുറച്ച് ഷിഫ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ EMF ഉണ്ടാവും അല്ലേ. ആ EMF എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കില്ല, 0 ആവലാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ആർമേച്ചർ റിയാക്ഷൻ വന്നുകൊണ്ട് അതെന്താവും, നോൺ സീറോ ആവും. അങ്ങനെ എന്തോ ഒക്കർ ചെയ്യും, സ്പാർക്കിംഗ് ഒക്കർ ചെയ്യും. ഓക്കെ, അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ ഒക്കർ ചെയ്യുന്നതുകൊണ്ട് ഫ്ലക്സ് ഡെൻസിറ്റി നോൺ സീറോ ആയി, അതേപോലെ EMF എന്തായി, നോൺ സീറോ ആയി. അതായത് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോയിലിലെ EMF എന്തായി, നോൺ സീറോ ആയി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹൈ സ്പാർക്കിംഗ് ഒക്കർ ചെയ്യും. ഹൈ സ്പാർക്കിംഗ് ഒക്കർ ചെയ്യാനുള്ള കാരണം ഹൈ കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടാവും. സോ ഹൈ സ്പാർക്കിംഗ്. ഓക്കെ, സോ ഇഫ് നമ്മുടെ GNA കോയിൽ കമ്മ്യൂട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് EMF 0 ആക്കണം. EMF 0 ആക്കുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ കാര്യം. എന്നാലും മാത്രമേ നമുക്ക് ഇലക്ട്രിക്കലി കണക്റ്റഡ് ആവുള്ളൂ. ശരിയല്ല, അവിടെ 0 EMF മാത്രമാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലി കണക്ഷൻ പോസിബിൾ ആവുള്ളൂ. EMF ഇവിടെ 0 ആക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്പാർക്കിംഗ് നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ അവോയ്ഡ് സ്പാർക്കിംഗ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ EMF GNA ഇൻഡ്യൂസ് ചെയ്തത് ആർമേച്ചർ റിയാക്ഷൻ കാരണമാണ്. അപ്പോൾ വി ഹാവ് ടു ക്യാൻസൽ ദിസ് ആർമേച്ചർ റിയാക്ഷൻ. ഓക്കെ, ഈ ആർമേച്ചർ റിയാക്ഷൻ ക്യാൻസൽ ചെയ്യണം. ഏതിൻ്റെ അലോങ്, ക്യൂ ആക്സിസിൻ്റെ അലോങ് ഈ ആർമേച്ചർ റിയാക്ഷനെ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന്, വി ഹാവ് ടു മേക്ക് ദ EMF ഇൻ ദിസ് കോയിൽ അറ്റ് GNAയിലെ കോയിലിലെ EMF എന്താക്കണം, 0 ആക്കണം. അപ്പോൾ അതാണ് നമ്മുടെ പർപ്പസ്. ഓക്കെ, അപ്പോൾ ഈ 0 ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആർമേച്ചർ റിയാക്ഷനെ ക്യാൻസൽ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർപോൾസിലേക്ക് വരുന്നത്. ഓക്കെ, സോ അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. സോ അതായത് ഇഫ് സപ്പോസ് ഇതാണ് നമ്മുടെ ഒരു പോള്, നോർത്ത് പോൾ. ഓക്കെ, സൗത്ത് പോൾ വരും. ഇത് നമ്മൾ നോർത്ത് പോൾ, ഇതാണ് സൗത്ത് പോളും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് പോൾസ് വരച്ചാലും മതി, നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന ലെവലിൽ വരച്ചാലും മതി. ഓക്കെ, അപ്പം നോർത്ത് പോൾ ഇതവിടെ സൗത്ത് പോളും. ഓക്കെ, സോ നോർത്ത് പോൾ സൗത്ത് പോൾ ഇവിടെ ഉണ്ട്. സാധാരണ പോൾസ് നോർത്ത് പോളും ഈ സൗത്ത് പോളിലും വാട്ട് ഹാപ്പൻസ് ഈസ്, അത് കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി ആക്കാം.
വിൽ ബി ബെറ്റർ. നോർത്ത് സൗത്ത്. ഓക്കെ, അപ്പോൾ നോർത്ത് സൗത്തും ഇതിൽ വി നോ ദാറ്റ് ഇവിടെയാണ് നമ്മുടെ കണ്ടക്ടറുകൾ ഉള്ളത് അല്ലേ, 0 ആക്സിസിൽ. ഇവിടെ വി ആർ ഹാവിങ് അവർ പോസിറ്റീവ് ക്രോസ്, പിന്നെ ഇവിടെ ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഇവിടെയാണ് നമ്മളെ ബ്രഷുകൾ വെച്ചിരുന്നത്, ശരിയല്ല, ഇവിടെയാണ് നമ്മുടെ ബ്രഷുകൾ വെച്ചിരുന്നത് ക്യൂ ആക്സിസ്. അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ ക്യൂ ആക്സിസ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രോസസ്സ് നമ്മൾ നടത്തുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ദാറ്റ് നമ്മുടെ ആർമേച്ചർ റിയാക്ഷൻ, അതായത് ഈ രണ്ട് ഡോട്ടും ക്രോസും ഈ പറഞ്ഞ ആർമേച്ചർ റിയാക്ഷൻ ഏത് തരത്തിലേക്കാണ് ഉണ്ടാവുക, അതായത് ആർമേച്ചർ റിയാക്ഷൻ ഈ ക്യൂ ആക്സിസിന് അതേ കോയിലിൽ തന്നെയാണ് ഉണ്ടാവുക. കാരണം EMF പ്രൊഡ്യൂസ് ചെയ്ത് ആ കോയിലാണ്. അപ്പോൾ ആ EMF പ്രൊഡ്യൂസ് ചെയ്ത് അതേ കോയിലിൽ തന്നെ ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാവും. സോ നമുക്ക് ആർമേച്ചർ റിയാക്ഷൻ എങ്ങനെ ഡ്രോ ചെയ്യാം, ഈ കോയിലിൻ്റെ ഈ ആക്സിസിലാണ് ആർമേച്ചർ റിയാക്ഷൻ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പർപ്പസ് എന്താണ്, വി ഹാവ് ടു ക്യാൻസൽ ദിസ് ആർമേച്ചർ റിയാക്ഷൻ FAR. ഓക്കെ, അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എങ്ങനത്തെ ഫീൽഡ് വരണം, മുകളിലേക്കൊരു ഫീൽഡ് വരണം, ശരിയല്ല. ആർമേച്ചർ റിയാക്ഷൻ താഴോട്ടാണെങ്കിൽ ഇവിടെയാണ് ഫീൽഡ് വരേണ്ടത്. ഇവിടെ ഫീൽഡ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പുതിയ 2 പോൾസുകൾ ഈ 2 സ്ഥലത്തും വെക്കണം. ക്ലിയർ? ആ പോൾസ് വെക്കുന്നതോടുകൂടിയാണ് ആ ഫീൽഡ് വരുന്നത്. ഇങ്ങനെ നമുക്ക് ഫീൽഡിന് നമുക്ക് എഫ് ഇൻറ്റ് എന്ന് പറയുന്നത് ഇന്റർപോൾ MMFും FAR ആർമേച്ചർ MMFും. ഓക്കെ, അങ്ങനെ വെക്കണമെങ്കിൽ ഇവിടെ 2 പുതിയ പോൾസ് വരണം. ആ ദോസ് പോൾസ് ആർ കോൾഡ് ആസ് യുവർ ഇന്റർപോൾസ്. അങ്ങനെ എഫ് ഇന്റർപോള് ഓപ്പോസിറ്റ് ടു FAR വരണം. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടി, അതായത് ആർമേച്ചർ റിയാക്ഷൻ MMF ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലേസ് ചെയ്യുന്ന പുതിയ MMF ആണ് നമ്മുടെ ഇന്റർപോൾ MMF. അപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ഇന്റർപോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ഇന്റർപോൾസ്. ഇത്തരത്തിലാണ് നമ്മുടെ ഇന്റർപോൾസ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, ഒരു ബക്കറ്റ് പോലത്തെ സ്ട്രക്ചറിലേക്കാണ് നമുക്ക് ഇന്റർപോൾസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റർപോൾസ് ആർ അലോങ് വിച്ച് പോൾസ്, നിങ്ങളുടെ ഈ ക്യൂ ആക്സിസിലാണ് നമ്മൾ ഇന്റർപോൾസ് വെക്കുന്നത്. ഇതിനാണ് ഇന്റർപോളാർ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പൊളാരിറ്റി, ഇനി ഇന്റർപോൾസിൻ്റെ പൊളാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എവിടെ നോർത്ത് ഏത് സൗത്ത് എന്ന് നമുക്ക് അറിയണം അല്ലേ. എവിടെയാണ് നോർത്ത്, ഇവിടെയാണോ നോർത്ത് എന്നുള്ള കാര്യം അറിയണം. അതെങ്ങനെ അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പോൾസ് പൊളാരിറ്റി കാണലാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, പോൾസിന് പൊളാരിറ്റി കാണുന്ന ഒരു ചോദ്യമായിട്ട് വരാറുണ്ട്. അതായത് ഈ മെയിൻ ഫീൽഡ് പോളിൻ്റെ എങ്ങനെയായിട്ടാണ് നമ്മൾ പൊളാരിറ്റി വെക്കുന്നത് എന്നുള്ളതൊരു ചോദ്യം വരാറുണ്ട്. ഓക്കെ, ആ ചോദ്യത്തെ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ അറിയാം ഈ സൈഡിലേക്കാണ് നമ്മൾ ജനറേറ്ററിൻ്റെ റൊട്ടേഷനും ഈ സൈഡിലേക്കാണ് നമ്മുടെ മോട്ടറിൻ്റെ റൊട്ടേഷനും, ശരിയല്ലേ. ഈ സൈഡിലേക്കാണ് ജനറേറ്ററും ഇതിലേക്കാണ് നമ്മുടെ മോട്ടറിൻ്റെ റൊട്ടേഷനും വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ജനറേറ്ററിൻ്റെ മോട്ടറിൻ്റെ റൊട്ടേഷൻ ഇങ്ങോട്ടേക്ക് മോട്ടർ, ഇതിലേക്ക് ജനറേറ്റർ. ഓക്കെ, അപ്പോൾ പോൾസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ജനറേറ്ററിൻ്റെ കേസ് നോക്കാം. ജനറേറ്ററിൻ്റെ കേസിൽ വി ഹാവ് ടു ചെക്ക് ദ പൊളാരിറ്റി, ഇങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ, ദ പൊളാരിറ്റി ഓഫ് ഇന്റർപോൾസ്. ദ പൊളാരിറ്റി ഓഫ് ഇന്റർപോൾസ് must be same as the main field pole. Polarity same ആയിരിക്കണം മെയിൻ ഫീൽഡ് പോളിൻ്റെ ഡാഷ് ഓഫ് ഇറ്റ് ഇൻ കേസ് ഓഫ് എ ജനറേറ്റർ. ജനറേറ്ററിൻ്റെ കേസിൽ അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്റർപോൾസിൻ്റെ പൊളാരിറ്റി നമ്മുടെ മെയിൻ ഫീൽഡിൻ്റെ എഹെഡിലുള്ളത് എന്താണോ അത് തന്നെ. എഹെഡ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. എഹെഡ് എന്ന് പറഞ്ഞാൽ മുന്നിലുള്ള ഏത് പോളാണോ, റൊട്ടേഷൻ നോക്കുക, ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നത്. മുന്നിലുള്ള പോൾ ഏതാണോ അതേ പോള് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ക്ലിയർ? എന്നാൽ മാത്രമേ നമുക്ക് ഫീൽഡ് പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും, സൗത്ത് ആയിരിക്കും. ഇനി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയി നമ്മളിവിടെ നമുക്ക് പോള് വേണം, ശരിയല്ലേ. ഇവിടെ പോള് വേണമെങ്കിൽ ഈ പോളിൻ്റെ മുന്നിൽ ഏതാണെന്ന് നോക്കും. മുന്നിൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഇവിടെ ഏതാണ് നോർത്ത് ആയിരുന്നു, അതുകൊണ്ട് ഇവിടെയും എന്ത് തന്നെയായിരിക്കും, നോർത്ത് ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നോർത്ത് സൗത്ത് പോള് നമുക്കിവിടെ കിട്ടുന്നത്. ക്ലിയർ? ഇനി
ഇത് ഇറ്റ് വിൽ ബി, അതായത് ഇവിടെ വരെ സെയിം സെൻറ്റൻസ്. ഓക്കെ, ദ പൊളാരിറ്റി ഓഫ് ഇന്റർപോൾ മസ്റ്റ് ബി സെയിം ആസ് ദ മെയിൻ ഫോൾ ഓഫ് പോൾ ഡാഷ് ഓഫ് ഇറ്റ് ഇൻ കേസ് ഓഫ് മോട്ടർ. മോട്ടറിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടറിൻ്റെ കേസിൽ ഇറ്റ് വിൽ ബി ബിഹൈൻഡ്. അത് നോക്കൂ നിങ്ങൾ, മോട്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ശരിയല്ലേ? അപ്പോൾ മോട്ടറിൻ്റെ കേസിൽ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതാ ഇങ്ങനെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോർത്താന്ന് പറഞ്ഞു. നോർത്താന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഈ നോർത്ത് എങ്ങനെ വന്നത്? ഈ പോളിൻ്റെ പുറകിൽ ഏതായിരുന്നോ പോള് അത് തന്നെയാണ് ഇവിടെ വരേണ്ടത്. ഈ മോട്ടറിൻ്റെ ഈ റൊട്ടേഷൻ പ്രകാരം ഇതിൻ്റെ പുറകിലാരാ? ഈ നോർത്തല്ലേ, അതുകൊണ്ട് ഇവിടെ നോർത്ത് തന്നെ. ഓക്കെ, സിമിലർലി ഇങ്ങനെ ചുറ്റിപ്പോയി ഇവിടെ എത്തി, നമ്മളിവിടെ എത്തി. ഈ പോളിൽ നമുക്ക് നെയിം ചെയ്യണം. ഈ പോള് നെയിം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പുറകിലാരാന്ന് നോക്കുക, ഇതിൻ്റെ പുറകിലാരാ? സൗത്ത്, അതുകൊണ്ട് ഇവിടെ നിന്നതിന് സൗത്ത്. അപ്പം എങ്ങനെ നോക്കിയാലും കറക്റ്റാണ്. ഇത് ചോദിക്കാറുണ്ട്, ഇത് ചോദിച്ച് കാണാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഈ ആർമേച്ചർ റിയാക്ഷൻ എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് നമുക്കറിയണം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ആർമേച്ചർ റിയാക്ഷൻ, നമ്മൾ ഇന്റർപോൾ എങ്ങനെ കണക്ട് ചെയ്യണം അറിയാം. ആർമേച്ചർ റിയാക്ഷൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ IA/I ഇൻറ്റു Z/2π. ഓക്കെ, അതായത് ഈ ആർമേച്ചർ റിയാക്ഷൻ എന്തിന് പ്രപ്പോർഷനാണ്? കറണ്ടിന് പ്രപ്പോർഷനാണ്, ആർമേച്ചർ കറണ്ടിന്. ഓക്കെ, അപ്പോൾ ടു ക്യാൻസൽ ദിസ് ആർമേച്ചർ റിയാക്ഷൻ നമ്മളുടെ ഇന്റർപോൾ MMFും കൂടി എന്ത് വേണം? ഇറ്റ് ഷുഡ് ബി ഓൾസോ പ്രപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട്. ഇതും ആർമേച്ചർ കറണ്ടിന് പ്രപ്പോർഷണൽ ആയിരിക്കണം. മനസ്സിലായില്ല? അപ്പോൾ ടു ക്യാൻസൽ ദ ആർമേച്ചർ MMF ദ ഇന്റർപോൾ MMF ഷുഡ് ബി പ്രപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട്. അപ്പോൾ ഇന്റർപോൾ MMF ആർമേച്ചറിന് പ്രപ്പോർഷണൽ ആയിരിക്കണം. അതിൻ്റെ അർത്ഥം നമ്മുടെ ഇന്റർപോൾ വൈൻഡിങ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത്, ഇത് ചോദ്യമാണ്, സീരീസ് വിത്ത് ആർമേച്ചർ വൈൻഡിങ്. ഓക്കെ, സീരീസ് വിത്ത് ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയാം, അല്ലെങ്കിൽ സീരീസ് വിത്ത് ബ്രഷസ്. ഓക്കെ, ബ്രഷസ് സീരീസ് ആയിട്ടോ ആർമേച്ചർ വൈൻഡിങ് സീരീസ് ആയിട്ടോ അത് കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി അത് അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി മനസ്സിലാക്കാൻ അതിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം പൂൾസ് എന്ന് പറയുന്നത് ഒരു ബക്കറ്റ് ഷേപ്പാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത്തരത്തിലുള്ളൊരു സ്ട്രക്ചറാണ്. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു സ്ട്രക്ചറാണ്. ദെൻ അപ്പം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്റർപോൾസ് ഒക്കെ നേരെ ആക്കി വെക്കണം. ഓക്കെ, ഇന്റർപോൾസ് ഒക്കെ, അതായത് ഇവിടെ ഇങ്ങനെയാണ് പോൾസാണ് പോകുന്നത്. ഓക്കെ, ഇന്റർപോൾസ് സെക്ഷൻ നേരെ ആക്കി വെക്കണം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കമ്മ്യൂട്ടേഷൻ്റെ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് നൈബറിങ് കോയിൽ അധികം സ്പ്രെഡ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് അവിടെ നേരോ ആക്കി വെക്കുന്നത്. ഓക്കെ, അപ്പം നേരോ ആക്കി വെക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരോ പോൾസ് അല്ലെങ്കിൽ പോൾസ് നാരോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ക്രോസ് സെക്ഷനിൽ ഏരിയ എന്താണ് കുറവാണ് അല്ലേ. അപ്പോൾ ഏരിയ കുറവാണെങ്കിൽ വാട്ട് വിൽ ബി ഫ്ലക്സ് ഡെൻസിറ്റി? നമുക്കറിയാം 5/I ആണ്. അപ്പോൾ ഏരിയ കുറവാണെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ത് ചെയ്യണം? കൂടും അല്ലേ. അങ്ങനെ കൂടുതൽ ഫ്ലക്സ് ഡെൻസിറ്റി വരുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? സാച്ചുറേഷൻ ഒക്കെ അറിയാം. അപ്പം സാച്ചുറേഷൻ ഫുള്ളായിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും നേരോ ആണ് വെക്കുന്നത്. ഇപ്പോൾ ഇതിങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, ഇനി എല്ലാ സ്ഥലത്തും നമ്മൾ നേരോ ആണ് വെക്കുന്നതെങ്കിൽ സാച്ചുറേഷൻ ഒക്കെ അറിയാം. അങ്ങനെ സാച്ചുറേഷൻ ഒക്കെ അറിയാൻ നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല? വി കനോട്ട് ക്യാൻസൽ ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഒരു സ്ഥലത്ത് വൈഡറായിട്ടും ഒരു സ്ഥലത്ത് നാരോ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും, അല്ല സ്ഥിരം നാരോ തന്നെ വെക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇന്റർപോൾസ് എങ്ങനെ കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ ബോട്ടം സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബോട്ടം സൈഡ് വൈഡറായിട്ടും നമ്മുടെ അടുത്തുള്ള ഇതിൻ്റെ പോൾസിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് എന്തായിരിക്കണം? നാരോ ആയിരിക്കണം. ഓക്കെ, അപ്പം അതെന്തിനാണ്? ടു അവോയ്ഡ് സാച്ചുറേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറിനെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇന്റർപോൾസ് ആക്ച്വലി, ഇപ്പോൾ ഇന്റർപോൾസ് ഒക്കെ നമുക്ക് പർപ്പസ് ഒക്കെ മനസ്സിലായി. ഇന്റർപോൾസ് ആക്ച്വലി ആർമേച്ചർ റിയാക്ഷൻ ക്യൂ ആക്സിസിൽ ശരിക്ക് ക്യാൻസൽ ചെയ്യുന്നില്ല. ഓക്കെ, ക്യാൻസൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് വേറൊരു കാര്യം കൂടി വേണം. അപ്പോൾ ഇന്റർപോൾ ഡു നോട്ട് ക്യാൻസൽ ദ ആർമേച്ചർ റിയാക്ഷൻ അലോങ് ക്യൂ ആക്സിസ്, ബട്ട് ഇന്റർപോള് എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ആർമേച്ചർ റിയാക്ഷൻ സമയത്ത് ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അഡീഷണൽ നമ്പർ ഓഫ് ടേൺസ്, കുറച്ച് ടേൺസും കൂടി നമ്മൾ എവിടെ കൺസിഡർ ചെയ്യണം? ഇന്റർപോൾ വൈൻഡിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം ഫീൽഡ് ഒന്നുകൂടി കൂട്ടണം, ഇന്റർപോളിൻ്റെ ഫീൽഡ് ഒന്നുകൂടി കൂട്ടണം. അതുകൊണ്ട് അഡീഷണൽ നമ്പർ ഓഫ് ടേൺസ് നമ്മൾ കൂട്ടേണ്ടി വരും. ഓക്കെ, അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്യാൻസൽ ചെയ്യും, പക്ഷെ അതിനെക്കാട്ടിയും കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അതായത് രണ്ട് പ്രശ്നങ്ങൾ അവിടെ കടന്നു വരുന്നുണ്ട്. ഒന്ന് റിയാക്റ്റൻസ് വോൾട്ടേജും ഉണ്ടാവും.
നമ്മൾ ഡിലേഡ് കമ്മ്യൂട്ടേഷനിൽ പഠിച്ചത് റിയാക്ടേഴ്സ് വോൾട്ടേജ്, അതുപോലെ സ്പാർക്കിങ്ങും ഉണ്ടാവും. അപ്പോൾ ഇതിനെ രണ്ടിനും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്റർപോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചും കൂടി ഹയർ ആക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഹയർ ആക്കി വെക്കണമെങ്കിൽ ഫീൽഡിന് നമ്പർ ഓഫ് ടേൺസ് നമ്മൾ കൂട്ടണം. ഇത് ഓൾറെഡി പറഞ്ഞതാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ഫീൽഡ് വൈൻഡിങ് നമ്മൾ കൂട്ടേണ്ട ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. റിയാക്ടൻസ് വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് അഡീഷണൽ നമ്പർ ഓഫ് ടേൺസ് നമ്മൾ ഇന്റർപോൾ വൈൻഡിങ്ങിൽ കൂട്ടേണ്ടി വരും. ഇനി ഈ ഇന്റർപോൾസ് കൊണ്ട് നമുക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്? കമ്മ്യൂട്ടേഷൻ ഈസ് ഇംപ്രൂവ്ഡ്. ഓക്കെ, കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്ലക്സ് ഡെൻസിറ്റി അണ്ടർ ദ പോൾസിൻ്റെ ഇടയിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഡിസ്റ്റോർട്ടഡ്. ഓക്കെ, അതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഫ്ലക്സ് ഡെൻസിറ്റി ഡിസ്റ്റോർഷൻ ഗ്രാഫ് വരച്ച മനസ്സിലാവും, ചെറിയൊരു ഡിസ്റ്റോർഷൻ ഹാപ്പൻ ചെയ്യും. ഗ്രാഫ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ചെറിയ ഡിസ്റ്റോർഷൻ സംഭവിക്കും. അപ്പം കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ആവും, പക്ഷേ ഫ്ലക്സ് ഡെൻസിറ്റി പോൾസിനടിയിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റി കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. ആ ഡിസ്റ്റോർഷൻ കാരണം ഹൈ വോൾട്ടേജ് കോയിലിൻ്റെ അക്രോസ് ഹൈ വോൾട്ടേജും അതുപോലെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് അക്രോസ് ഹൈ വോൾട്ടേജ് ഒക്കെ അറിയാം. അങ്ങനെ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അഡീഷണലി ആയിട്ട് നമ്മൾ പുതിയൊരു സാധനം കൂടി ഇതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് അത് ആക്ച്വലി വെക്കുന്നത്. ഓക്കെ, പക്ഷേ ഇത് മനസ്സിലാക്കുക, ഇന്റർപോൾസ് നമുക്ക് ആർമേച്ചർ റിയാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും, കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെറിയൊരു ഫ്ലക്സ് ഡിസ്റ്റോർഷൻ ഹാപ്പൻ ചെയ്യുന്നുണ്ടെന്ന് മാത്രം ഓർക്കുക. അതുപോലെ ഈ ഇന്റർപോൾ വൈൻഡിങ്ങിൽ കുറേ അഡീഷണൽ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് കുറയ്ക്കാം? റിയാക്ടൻസ് വോൾട്ടേജ് സ്പാർക്കിംഗ് എന്ത് ചെയ്യാം? കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ ഇന്റർപോളിന്റെ ആർമേച്ചർ MMF എന്തായിരിക്കണം? നമ്മുടെ സാധാരണ ആർമേച്ചർ MMF-നെക്കാട്ടി കൂടുതലായിരിക്കണം. എന്നാലേ ഈ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് കളയാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ഇന്റർപോൾ MMF ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആർമേച്ചർ MMF. ക്ലിയർ? അപ്പോൾ സോഫാർ വി ആർ ഡിസ്കസ് നമ്മൾ ക്യൂ ആക്സിസിലെ ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ പോൾസിന്റെ ഇന്റർപോൾസിന്റെ ആർമേച്ചർ റിയാക്ഷൻ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്റർപോൾസ് വെക്കണമെന്ന് പറഞ്ഞത്. ഇനി ഇതേപോലെ തന്നെ ആർമേച്ചർ റിയാക്ഷൻ ഡി ആക്സിസിലും ഒക്കെ അറിയും. ഓക്കെ, ആ ഡി ആക്സിസിലുള്ള ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പുതിയൊരു വൈൻഡിങ് കൊണ്ടുവരുന്നത്. അതാണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. ക്ലിയർ? അതാണ് നമ്മുടെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. സോ നമുക്ക് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്താണെന്ന് നോക്കാം. സോ നമ്മൾ എഴുതേണ്ടത് ടു ക്യാൻസൽ the effect of armature reaction under the poles, that is the D axis. Poles D axisൽ armature reaction ഒഴിവാക്കണമെങ്കിൽ we have to connect interpoles. Interpoles കണക്ട് ചെയ്യണം. ഏതിൻ്റെ അലോങ്? അണ്ടർ ദ ഇന്റർപോൾസ്. ഓക്കെ, ഇന്റർപോൾസിൻ്റെ അലോങ്, അതായത് ക്യൂ ആക്സിസിൻ്റെ അലോങ്. ഞാൻ പറഞ്ഞ മാറിപ്പോയതാണ്. ഇന്റർപോൾസിൻ്റെ അലോങ്, അതായത് ക്യൂ ആക്സിസിൻ്റെ അലോങ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ക്യൂ ആക്സിസിൻ്റെ അലോങ് നമുക്ക് ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കണമെങ്കിൽ ഇന്റർപോൾസും ടു ക്യാൻസൽ ഔട്ട് ദ ആർമേച്ചർ റിയാക്ഷൻ അലോങ് ഡി ആക്സിസിൻ്റെ അലോങ് ഉള്ള ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. ഇതൊരു ചോദ്യമായിട്ട് വരാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ ചോദ്യമാണ്, പക്ഷെ നമ്മൾക്കത് ക്ലിയർ ആവണം. ഓക്കെ, അപ്പം ഈ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിൻ്റെ യഥാർത്ഥ പ്രശ്നം അല്ലെങ്കിൽ ഇത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്റ്റോർഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, ഡിസ്റ്റോർഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് കൊണ്ടുവരുന്നത്. ഇനി ഈ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എവിടെയാണ് വെക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എംബഡഡ് ഇൻ പോൾ ഫേസസ്. ഓക്കെ, എംബഡഡ് ഇൻ പോൾ ഫേസസ്. അതുകൊണ്ട് ആർമേച്ചർ റിയാക്ഷൻ ക്യാൻസൽ ചെയ്യാം. പോൾ ഫേസിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ടു ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ സീരീസ് ആയിട്ട് നമുക്ക് ആർമേച്ചർ വയ്ക്കണം. അതുകൊണ്ട് ഇറ്റ് വിൽ ബി ക്യാരിങ് ആർമേച്ചർ കറണ്ട്. ഓക്കെ, ആർമേച്ചർ കറണ്ട് ക്യാരി ചെയ്യുന്നതുകൊണ്ട് തന്നെ സീരീസ് ആയിട്ട് നമ്മൾ നേരത്തെ ഇന്റർപോളുകളും ആർമേച്ചറിൽ സീരീസ് ആയിട്ടാണ് വെച്ചത്. അതുപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങും ആർമേച്ചറിന് സീരീസ് ആയിട്ട് തന്നെയാണ് വെക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. ഇനി എങ്ങനെ പ്ലേസ് ചെയ്തെന്ന് നമുക്ക് നോക്കാം.
ഓക്കെ, ഇതാണ് നമ്മുടെ പല ടൈപ്പ് സ്ലോട്ടുകൾ. ഇതാണ് നമ്മുടെ ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ടൈപ്പ് ഫീൽഡുകളാണ്. ഇപ്പോൾ നമ്മൾ സപ്പോസ് ഇതിൽ ജനറേറ്ററിൻ്റെ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് 2 ടൈപ്പ് ഫീൽഡുകൾ അല്ലെങ്കിൽ ഫീൽഡ് പ്രൊഡക്ഷൻ നമുക്കിവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ വെക്കുകയെന്ന് വെച്ചാൽ ഈ സ്ലോട്ട്സിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പറയുന്ന കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് വെക്കുക. അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഓക്കെ, ഈ സ്ലോട്ട്സിൻ്റെ ഇടയിലാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് വെക്കുക. അത് ഇവിടെ ഡോട്ട് ആണെങ്കിൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡോട്ട്, ഇവിടെ ക്രോസ് ആണെങ്കിൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡോട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അത്തരത്തിൽ വേണം നമ്മളതിനെ പ്ലേസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു MMF ക്രിയേഷൻ നടക്കും. ആ MMF ക്രിയേഷൻ്റെ ലൈൻസ് വിൽ ബി ലൈക്ക് ഓക്കെ. സിമിലർലി ഇവിടെയും ഈ പറഞ്ഞ പോലെ ആർമേച്ചർ റിയാക്ഷൻ കാരണമുള്ള ഫീൽഡ് ലൈൻസ് പാസേജ് ഉണ്ടാവും. അപ്പോൾ ഫീൽഡ് ലൈൻസ് പാസേജ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will be like ഇവിടെ പുറത്തുള്ള ഫീൽഡ് ലൈൻസ് എന്ന് വെച്ചാൽ അതായത് ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ആർമേച്ചർ റിയാക്ഷൻ്റെ MMFഉം ഇതാണ് നിങ്ങളുടെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് വെച്ചാലുള്ള ഒരു MMFഉം. ഓക്കെ, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആർമേച്ചർ റിയാക്ഷൻ മുകളിലേക്ക് പോകുന്നു, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ത് ചെയ്യുന്നു, താഴേക്ക് പോകുന്നു. ഓക്കെ, അപ്പം അത് അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ക്യാൻസൽ ചെയ്യാം. ഇതിങ്ങനെ ഫീൽഡ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് അത്തരത്തിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം പോൾസിലാണ് ആക്ച്വലി ഈ ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിലെ പൊളാരിറ്റി എങ്ങനെയായിരിക്കണം, ഈ പോൾ എഡ്ജസിലെ ആർമേച്ചർ റിയാക്ഷനെ ക്യാൻസൽ ആവുന്ന വിധത്തിൽ വേണം ആ പോൾ എഡ്ജസിലെ നമ്മുടെ നമ്മുടെ ആർമേച്ചർ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിൻ്റെ എഫക്റ്റ്. ഓക്കെ, പോൾസിൽ ഉള്ള ഇതിൽ കുറയ്ക്കുന്ന തരത്തിൽ വേണം നമുക്ക് ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇതിൻ്റെ 2 ഗ്രാഫൊക്കെ ഉണ്ട്, പക്ഷെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്കത് വേണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം, പ്രശ്നമൊന്നുമില്ല. ഇത് ഇതിൻ്റെ കണക്ഷൻ നോക്കുക. ഇതിപ്പോൾ ഫീൽഡ് വൈൻഡിങ് ആണ്. ഇത് നമ്മുടെ ഇൻ്റർപോളും ഇത് നമ്മുടെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. ഓക്കെ, അപ്പോൾ ആർമേച്ചറിനെ സീരീസ് ആയിട്ട് നമ്മൾ ആരൊക്കെ കണക്ട് ചെയ്യുന്നു, ഇൻ്റർപോളിനെയും കോമ്പൻസേറ്റീവ് വൈൻഡിങ്ങിനെയും കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം വേറൊരു കാര്യം കൂടി ഓർക്കുക, ഈ ഇൻ്റർപോൾസും കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങും ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഫ്ലക്സ് ഡെൻസിറ്റിയെ ഒരു ഫ്ലാറ്റ് ടോപ്പ്ഡ് ഗ്രാഫായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിൻ്റെ നമ്മൾ FAR ആർമേച്ചർ റിയാക്ഷൻ്റെ സാധാരണ MMF ഓഫ് ആർമേച്ചർ റിയാക്ഷൻ പറയാൻ പറ്റുമോ, IA/A × Z/2P IA/A × Z/2P AT per pole. Then compensating winding in armature reaction on it will be pole arc to pole pitch. Okay, pole arc to pole pitch കൂടിയും വരും ഇൻറ്റു IA/A ഇൻറ്റു Z/2π. ഓക്കെ, ഈ ഇക്വേഷൻ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മളെ ഗ്രാഫ് നമ്മളെ ഫിഗറിന് വരുന്നതാണ്. ഓക്കെ, നമുക്ക് വേവ് ഫോം ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വരയ്ക്കാത്തതാണ്. ഓർത്ത് വെച്ചാൽ മതി. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിനെ MMF ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പോളാർ ബൈ പോൾ പിച്ചും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുക നമ്മുടെ ആർമേച്ചർ റിയാക്ഷൻ്റെ കൂടെ. ഓക്കെ, ഇനി
അപ്പോൾ നമുക്ക് ജനറലി പറയാം നമ്മുടെ ഓവറോൾ കമ്മ്യൂട്ടേഷൻ നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. ഓവറോൾ കമ്മ്യൂട്ടേഷൻ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ആർമേച്ചർ റിയാക്ഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തത് നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇൻക്രീസിങ് ബ്രഷ് റെസിസ്റ്റൻസ് കൂട്ടണം. എന്തിനാണ്? ടു റെഡ്യൂസ് സർക്കുലേറ്റിംഗ് കറണ്ട് കുറയ്ക്കാൻ വേണ്ടി ബ്രഷ് റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി പറഞ്ഞിരുന്നു. ദെൻ പിന്നെന്താണ്, ഷിഫ്റ്റിംഗ് ദ ബ്രഷസ്. അതൊരു മെത്തേഡ് തന്നെയാണ്, പക്ഷെ അതങ്ങനെ കൂടുതലായിട്ട് എന്ത് ചെയ്യാറില്ല, യൂസ് ചെയ്യാറില്ല. അതേ ഷിഫ്റ്റിംഗ് ദ ബ്രഷസ് ഏത് ഡയറക്ഷനിലാണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജനറേറ്റർ റൊട്ടേഷൻ്റെ ഡയറക്ഷനിലും and opposite to that of motor rotation. Okay, motor rotationന്റെ ഓപ്പോസിറ്റ്. then മൂന്നാമത്തേതാണ് നമ്മളിപ്പോൾ പഠിച്ചത് by the use of interpoles and compensating winding. ക്ലിയർ. ഇത്രയാണ് നമുക്ക് ആർമേച്ചർ റിയാക്ഷനും നമ്മുടെ കമ്മ്യൂട്ടേഷനും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് തിയറി ടോപ്പിക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു അൾട്ടിമേറ്റ് എയിം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കുറച്ച് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ പ്രോബ്ലം സെക്ഷനിൽ DC മോട്ടറിൻ്റെ കേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് തിയറി പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരുന്നു അല്ലേ. സോ 21st ക്വസ്റ്റ്യൻ ഈസ് ദിസ്. നമുക്ക് 21st ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ മോട്ടോർ ടേക്സ് ആണ് ആർമേച്ചർ കറണ്ട്. അപ്പോൾ ഉടനടി ഓർക്കുക, ഇതാണ് നമ്മുടെ IA. ദെൻ അറ്റ് 480 വോൾട്ട്. അപ്പോൾ V ടെർമിനൽ വോൾട്ടേജ് ആണ് ഈ പറഞ്ഞ V. ദെൻ മോട്ടറിൻ്റെ ഇക്വേഷൻ ആദ്യം തന്നെ എഴുതി വെക്കുക. EB = V - IAR. അതാണ് ഉപകാരപ്പെടുക. ഓക്കെ, V എന്ന് പറഞ്ഞാൽ എത്രയാണ്? 480 മൈനസ് IA തന്നിട്ടില്ല, എത്ര? 110 × 6 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉടനടി തന്നെ നമുക്ക് ബാക്ക് EMF കണ്ടുപിടിക്കാം. യു വിൽ ബി ഗെറ്റിംഗ് 485 വോൾട്ട്. ദെൻ പോൾസിൻ്റെ Pൻ്റെ എണ്ണം തന്നിട്ടുണ്ട്, Zൻ്റെ എണ്ണം തന്നിട്ടുണ്ട്, ലാപ്പാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ A4 ആണ്. ഫ്ലക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ടോർക്കിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണം, ഗ്രോസ് ടോർക്ക് കണ്ടുപിടിക്കണം അല്ലേ. സ്പീഡ് കണ്ടുപിടിക്കണം നമ്മൾ ഈ കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 5Zn/60 × P/A. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് കിട്ടും? സ്പീഡ് കിട്ടും അല്ലേ. EB നമുക്കറിയാം എത്രയാണ്? 454 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 എത്രയാണ്? 0.05. Z എത്രയാണ്? Z 864. P 4, ഇത് 4. ഇതിൻ്റെ അകത്ത് നമുക്ക് N എലോണായിട്ട് കിട്ടും. നമുക്ക് ആൻസർ കിട്ടുക ഇറ്റ് വിൽ ബി അറൗണ്ട് 635 RPM. ഓക്കെ, അത് ചെയ്ത് നോക്കിയാൽ മതി. ദെൻ ഗ്രോസ് ടോർക്കിൻ്റെ ഇക്വേഷൻ ഓർക്കുക. 0.159 5Z IA × P/A. അഗെയിൻ P/A അറിയാം, IA അറിയാം, Z അറിയാം, 5 അറിയാം. നമുക്കത് കിട്ടും. ഓക്കെ, യു വിൽ ബി ഗെറ്റിംഗ് 756 Nm. ഓക്കെ, എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് ഗിവൺ ആണ്. നമ്മൾ ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഈസി ക്വസ്റ്റ്യൻ ഓഫ് DC മോട്ടർ. അടുത്തത് വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് മോട്ടറിൻ്റെ കാണുമ്പോൾ തന്നെ നമ്മൾ EB = V - IAR എന്ന് എഴുതി വയ്ക്കുക. കാരണം ബാക്ക് EMF കാണേണ്ടി വരും മിക്കവാറും സ്ഥലങ്ങളിൽ. കാരണം ഇവിടെ വോൾട്ടേജ് എത്രയാണ്? 250 തന്നിട്ടുണ്ട്. പിന്നെ IA പോൾസ് തന്നിട്ടുണ്ട്, പിന്നെ കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ട്, Z തന്നിട്ടുണ്ട്, ആർമേച്ചർ റെസിസ്റ്റൻസ് RA തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടും RAയും RSCയും ഇത് തന്നെയാണ്. ഓക്കെ, RAയും RSCയും ഇത് തന്നെയാണ്. മോട്ടോർ ടേക്സ് കറണ്ട്, ആ കറണ്ട് തന്നിട്ടുണ്ട്. പിന്നെ
സീരീസ് മോട്ടറാണ്. ഇത് നമുക്ക് കറണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ലോഡ് കറണ്ടാണ്. പക്ഷേ സീരീസ് മോട്ടർ തന്നെ നമുക്കറിയാം IA = IL = ISC നമുക്ക് എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ IL ഉള്ള സാധനത്തെ നമുക്ക് IA നമുക്ക് എന്ത് ചെയ്യാം പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെയും ഫ്ലക്സ് ഇതാ തന്നിട്ടുണ്ട്, സ്പീഡ് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഈസി ആയിട്ട് കാണാം. ആദ്യം ബാക്ക് EMF കാണാം, E - IA × R. IA എന്ന് പറഞ്ഞാൽ 40 × 0.75. യു വിൽ ബി ഗെറ്റിംഗ് 220 വോൾട്ട്. നേരത്തെ ഇക്വേഷൻ പോലെ തന്നെ നമുക്ക് സ്പീഡിനെയും കാണാം അല്ലേ? ഏത് ഇക്വേഷൻ? 5Zn/60 × P/A. ഓക്കെ, വേവ് കൊണ്ടാണ്, അതുകൊണ്ട് A = 2. EB നമ്മൾ കണ്ടുപിടിച്ചു, ഫ്ലക്സ് തന്നിട്ടുണ്ട്, Z തന്നിട്ടുണ്ട്, 60. ഓക്കെ, P ഉണ്ട്, A ഉണ്ട്. N സുഖമായിട്ട് കണ്ടുപിടിക്കാം. യു വിൽ ബി ഗെറ്റിംഗ് N ആസ് നമുക്ക് N എത്ര കിട്ടും? N നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ഓക്കെ, യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എത്രയാണ് വരിക നോക്കട്ടെ. ഓക്കെ, അറൗണ്ട് ഒരു 150 RPM ആ ലെവലിലുള്ളൊരു സാധനമാണ് വരുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക തന്നെയാണോ എന്ന്. എന്തായാലും മെത്തഡ് ഇത് തന്നെയാണ്, അത് ഉറപ്പാണ്. ഓക്കെ, പിന്നെ അടുത്ത് ടോർക്ക് കണ്ടുപിടിക്കാനാണ്. ടോർക്ക് നമുക്കറിയാം 0.1595 ZIA × P/A. നേരത്തെ പോലെ തന്നെ PU AU ഒക്കെ അറിയാം. IA ഉണ്ട്, Z ഉണ്ട്, Phi ഉണ്ട്. സിമ്പിളായിട്ട് ഈസി അനാലിസിസ് ഇട്ട് യു വിൽ ബി ഗെറ്റിംഗ് അഗെയിൻ ആൻസർ ആസ് 250 നാനോമീറ്റർ, നാനോമീറ്റർ അല്ല, ന്യൂട്ടൺ മീറ്ററിൻ്റെ അടുത്തുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഈസി ആയിട്ട് അത് അനലൈസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 220 വോൾട്ട് DC ഷണ്ട് മോട്ടർ റൺസ് അറ്റ് 500 RPM. ആർമേച്ചർ കറണ്ട് വന്നിട്ടുണ്ട്. ടോർക്ക് AAM സ്പീഡ്. അപ്പോൾ ടോർക്കിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി ആദ്യം അറിയണം. ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 5 × IA. ഓക്കെ, അതായത് ഫ്ലക്സ് ഷണ്ട് മോട്ടർ ആയതുകൊണ്ട് തന്നെ ഫ്ലക്സ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് റിലേഷൻ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു IA. ഓക്കെ, അപ്പോൾ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു IA ആണ്. അപ്പോൾ ആദ്യത്തെ ടോർക്ക് ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ TIA2 / TIA1 = IA2/IA1. ടോർക്ക് എന്ത് ചെയ്യുകയാണ്? ആദ്യത്തെ ടോർക്കിനെക്കാട്ടി ഡബിൾ ചെയ്യുവാണ്. അപ്പോൾ ഡബിൾ ചെയ്യുന്ന സമയത്ത് വിൽ ബി ഗെറ്റിംഗ് കറണ്ട്. ആർമേച്ചർ കറണ്ട് എന്ത് ചെയ്യണം? ആർമേച്ചർ കറണ്ട് ഇനീഷ്യൽ കണ്ടീഷനിൽ എത്രയാണ്? 50. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനിൽ ഡബിൾ ചെയ്യുമ്പോൾ, ടോർക്ക് ഡബിൾ ചെയ്യുമ്പോൾ ആർമേച്ചർ കറണ്ട് ഡബിൾ ചെയ്യണമല്ലോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇത് പ്രപ്പോർഷനിലാണ് ചിന്തിക്കുക. അപ്പോൾ ടോർക്ക് ഡബിൾ ചെയ്യുകയാണ്. ടോർക്ക് ഡബിൾ ചെയ്യുമ്പോൾ ആർമേച്ചർ കറണ്ട് എന്താണ്? ഡബിൾഡ് ആവണം. അപ്പോൾ 50 ഉള്ള പുതിയ ആർമേച്ചർ കറണ്ട് IA2 എന്താവും? ഇറ്റ് വിൽ ബി 100 ആംപിയർ. ഓക്കെ, സോ ഇനി അടുത്ത എന്താ പറഞ്ഞത്? സ്പീഡ്. ഓക്കെ, അങ്ങനെ ഈ സമയത്തുള്ള സ്പീഡാണ് കാണുന്നത്. നമുക്കറിയാം N പ്രപ്പോർഷണൽ ടു EB/5 ആണ്. അപ്പോൾ N2/N1 = EB2/EB1. ഓക്കെ, ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കിവിടെ അറിയാം. അപ്പോൾ ആദ്യം EB1 കാണുന്ന. EB1 എന്ന് വെച്ചാൽ V - IA × R. IA എത്ര? 50 × 0.2. ഇറ്റ് വിൽ ബി 210. ദെൻ EB2 വിൽ ബി V - IA2 എത്രയാണ്? 100 × 0.2. ഇറ്റ് വിൽ ബി 200 വോൾട്ട്. ഓക്കെ, അപ്പം യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. സോ N2/N1 500 തന്നിട്ടുണ്ട്. EB2 എന്ന് പറഞ്ഞാൽ 200/210. യു വിൽ ബി ഗെറ്റിംഗ് N2, അതായത് സ്പീഡ് യു വിൽ ബി ഗെറ്റിംഗ് അറൗണ്ട് 475 RPM. ഓക്കെ, ഇത്തരത്തിലാണ് ഈ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. സിമ്പിളാണ്. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷനും വാല്യൂസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. മെത്തഡോളജി ഞാൻ പറഞ്ഞുതരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 4-pole 220 വോൾട്ട് ഷണ്ട് മോട്ടർ ഹാസ് 540 സോ നമ്പർ ഓഫ് പോൾസ് P4 ആണ്. ഇതാണ് V. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് Z ആണ്. ലാപ്പ് കൊണ്ടായതുകൊണ്ട് തന്നെ A = P ആണ്. 32 വോൾട്ട് സപ്ലൈ നിന്ന് എടുക്കുന്നതാണ് IL ആണിത്. അപ്പോൾ ഒരു ഔട്ട്പുട്ട് പവർ എടുക്കുന്നുണ്ട്, അതാണ് P. ദെൻ ഫീൽഡ് വൈൻഡിങ് കറണ്ട് ഇത്രയാണ്. അപ്പോൾ IF ഇതാണ്, അല്ലെങ്കിൽ ISC ഫീൽഡ് കറണ്ട് അല്ലേ. ആർമേച്ചർ റെസിസ്റ്റൻസ് ഇതാണ് ഫ്ലക്സ് പെർ പോൾ. സ്പീഡ് കാണണം ആദ്യം. അപ്പോൾ ആദ്യം നമ്മൾ അറിയണം ഷണ്ട് മോട്ടറിൽ IAS = IL - ISH ആണ്. അപ്പം IL എത്രയാണ്? 30 - ISH എത്രയാണ്? 1. കാരണം അത് സീരീസ് ഫീൽഡ് അല്ല. ഫീൽഡ് വൈൻഡിങ് ഉദ്ദേശിക്കുന്നത് ഇവിടെ സീരീസ് അല്ല, ഷണ്ട് അല്ല. അപ്പോൾ ISH ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഉത്തരം വിൽ ബി 32 അല്ല, അപ്പോൾ 31 ആംപിയർ IA. നമുക്ക് EB കാണണം. EB = V - IA എത്ര? IA × RA. RA is 0.09
യു വിൽ ബി ഗെറ്റിംഗ് 217 വോൾട്ട്. ദെൻ നമുക്ക് ആദ്യം സ്പീഡ് കാണണം. നേരത്തെ അത് ഇക്വേഷൻ ഫോളോ ചെയ്യുക. ഏതാണ് ഇ ബി നമുക്കറിയാം 5 തന്നിട്ടുണ്ട്, സെഡ് തന്നിട്ടില്ലേ 540. സ്പീഡ് കാണണം. പി അറിയാം 4, ലാപ്പ് ആയതുകൊണ്ട് എയും 4. യു വിൽ ബി ഗെറ്റിംഗ് സ്പീഡ് ആസ് 804 RPM. ടോർക്കാണ് ഇവിടെ കാണേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടെ പവർ തന്നിട്ടുണ്ട്, അപ്പോൾ പവറിനെ കൂടി കൺസിഡർ ചെയ്യണം. സോ ടോർക്കിൻ്റെ ഇക്വേഷൻ ഇറ്റ് വിൽ ബി 9.55 ഇൻറ്റു ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ സ്പീഡ്. സോ 9.55 ഇൻറ്റു ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ 5000 ആണ്, കിലോ വാട്ടല്ലേ. അപ്പോൾ 5595 ഡിവൈഡഡ് ബൈ സ്പീഡ് 804. യു വിൽ ബി ഗെറ്റിംഗ് 66 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് പവറും തരുവാണെങ്കിൽ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യണത് ഓർക്കുക. ഷാഫ്റ്റ് ടോർക്ക് അല്ലെങ്കിൽ ടോർക്ക്. അടുത്തത് ഡിറ്റർമൈൻ ദ ടോർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ 4-pole ആർമേച്ചർ. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ ആദ്യം തന്നെ എഴുതാം. 0.159 5ZIA ഇൻറ്റു P/A. എന്തൊക്കെയാണ് തരുന്നത് നോക്കുക. പി തന്നിട്ടുണ്ട്, പിന്നെ സെഡ് തന്നിട്ടുണ്ട്. അപ്പോൾ പിയും കിട്ടി, സെഡും കിട്ടി. ഫ്ലക്സ് തന്നിട്ടുണ്ട്, ഫ്ലക്സ് കിട്ടി. പിന്നെ എന്താണ് വേണ്ടത് അടുത്തത്? ആർമേച്ചർ കറണ്ട് 50 തന്നിട്ടുണ്ട്. ആർമേച്ചർ കറണ്ട് തന്നിട്ടുണ്ട്. എ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 paths in parallel. 2 പാത്ത് പാരലൽ വെച്ചാൽ ആകെ 2 പാത്തേ ഉള്ളൂ പാരലൽ പാത്ത്. അതായത് പാരലൽ പാത്ത് ഈക്വൽ ടു 2. അതായത് ഇവിടെ തന്നിരിക്കുന്ന വൈൻഡിങ് ഏതായിരിക്കും? വേവ്. അപ്പോൾ ഇവിടെ 2 ഇടണം. യു ക്യാൻ സോൾവ് ഇറ്റ് ഈസിലി. സ്ട്രെയിറ്റ് പ്രോബ്ലം ആണ്. ഓക്കെ, അറൗണ്ട് 295 ന്യൂട്ടൺ മീറ്റർ വരും. അതൊന്ന് ചെയ്ത് നോക്കാം. DC സീരീസ് മോട്ടോർ ടേക്സ് 40 ആംപിയർ. സീരീസ് മോട്ടറാണ്. 40 ആംപിയർ 220 വോൾട്ട്. സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ. സ്പീഡ് തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്, IL തന്നിട്ടുണ്ട്. സീരീസ് ആയതുകൊണ്ട് തന്നെ IAയും ILും ഒക്കെ ഈക്വലാണ്. സ്പീഡ് 6.2. ഷണ്ട് സീരീസ് മോട്ടർ ആയതുകൊണ്ട് RSC. അയാണ് ഫ്രിക്ഷൻ ലോസ് ഒക്കെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ടോർക്ക് കാണണം, ഔട്ട്പുട്ട് കാണണം. ഓക്കെ, അപ്പോൾ ടോർക്കിന് ഇവിടെ നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ 9.55. നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാം. ഔട്ട്പുട്ടിന് EB/IA × N എന്ന് എഴുതാം അല്ലേ. ഇതിൽ EB എന്ന് പറയുന്നത് സീരീസ് മോട്ടർ ആയതുകൊണ്ട് RAനെയും RSCയും നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. സോ ഇറ്റ് വിൽ ബി 220 മൈനസ് IA എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ഇൻറ്റു RA എത്രയാണ്? 0.2 പ്ലസ് 0.1. ഓക്കെ, യു വിൽ ബി ഗെറ്റിംഗ് 282 വോൾട്ട്സ്. ഓക്കെ, ദെൻ ടോർക്ക് നമുക്കറിയാം 9.55 ഇൻറ്റു EB ഇൻറ്റു IA/N. EBക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്ക് EBക്ക് പകരം 208 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. IA എന്ന് പറയുന്നത് എത്രയാണ്? IA എന്ന് പറയുന്നത് നമുക്കറിയാം 40 സ്പീഡ് എന്ന് പറയുന്നത് 800 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു വിൽ ബി ഗെറ്റിംഗ് അറൗണ്ട് 99 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പോൾ അതിന് മോട്ടർ ഔട്ട്പുട്ടാണ് കാണേണ്ടത്. മോട്ടർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മോട്ടറിൻ്റെ ഇൻപുട്ട്. ആദ്യം മോട്ടറിൻ്റെ ഇൻപുട്ട് കാണണം. ഇൻപുട്ട് മൈനസ് ലോസസ് അല്ലേ. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട്. 220 ഇൻപുട്ട് വോൾട്ടേജും അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇൻറ്റു ലോഡ് കറണ്ട്. ഇറ്റ് വിൽ ബി 8800. അപ്പോൾ 8800 മൈനസ് ലോസസിൽ ഏതൊക്കെ ലോസുകളും വരും? ഫ്രിക്ഷൻ ലോസ് തന്നിട്ടുണ്ട് അല്ലേ. 0.5 kW, അതിന് 500 വാട്ടെന്ന് എടുക്കാം. പ്ലസ് ഏതൊക്കെ വരും? നമുക്ക് ആർമേച്ചറും IA² RA വരും അല്ലേ. RA തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പം യു വിൽ ബി ഗെറ്റിംഗ് 40² ഇൻറ്റു RA. RA എന്ന് പറയുന്നത് 0.2 അല്ലേ. 0.2 മാത്രമല്ല, RA പ്ലസ് RSC ഉണ്ട്. RSC സീരീസ് അല്ല, അപ്പോൾ 0.3. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് അറൗണ്ട് 480 വാട്ട്സ്. അപ്പോൾ പ്ലസ് 480 ശരിയല്ലേ. അപ്പോൾ 8800 മൈനസ് 980 വരും. അറൗണ്ട് 4.82 കിലോ വാട്ട് എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വോൾട്ടേജ് തന്നിട്ടുണ്ട്.
ഓക്കെ. എൻ വന്നിട്ടുണ്ട്, കറണ്ട് വന്നിട്ടുണ്ട്, സ്പീഡും പേഴ്സൻറ്റേജ് ടോർക്കുമാണ് അല്ലേ. ഓക്കെ, ലോഡ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം 40 ഉള്ള സാധനം 30 ആവുന്നുണ്ട്. അപ്പോൾ ഉള്ള സ്പീഡാണ് കാണേണ്ടത്. ടോട്ടൽ റെസിസ്റ്റൻസും ഒക്കെ കാണുന്നുണ്ട്. അസ്യൂം ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് കറണ്ട് എന്ന് അസ്യൂം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ടോർക്ക് പ്രൊപ്പോർഷണൽ ടു 5 × IA ആണ്. അപ്പോൾ ഫ്ലക്സും പ്രൊപ്പോർഷണൽ ടു IA എന്ന് പറയുമ്പോൾ IA × IA, അതായത് IA². ഇതാണ് റിലേഷൻ. അപ്പോൾ നമുക്ക് രണ്ട് ടോർക്കാണ് T2/T1 = IA2/IA1 2 എന്ന് പറയാം. ശരിയല്ലേ? അതാണ് സംഭവം. അപ്പം T2/T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യത്തെ കറണ്ട് എത്രയ്ക്ക് പ്രൊപ്പോർഷനാണ് 40². അപ്പോൾ 40² / 30². കട്ടായി പോവും. എത്ര വരും? യു വിൽ ബി ഗെറ്റിംഗ് 40² അല്ല, രണ്ടാമത്തത് 30 അല്ലേ, രണ്ടാമത്തെ ചേഞ്ച് അല്ലേ, രണ്ടാമത്തെ 30 അല്ലേ, 30² / 40², അപ്പോൾ 9/16. അതാണ്. ഇനി പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ടോർക്ക് ചോദിച്ചിട്ടുണ്ട്. പേഴ്സൻറ്റേജ് ടോർക്ക് ചേഞ്ച് അല്ല, പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ടോർക്ക് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി T2 - T1/T1. നമ്മൾ ആദ്യത്തത് രണ്ടാമത്തത് കിട്ടിയത് ഡിവൈഡഡ് ബൈ ആദ്യം അല്ലേ. T2 - T1 എന്ന് വെച്ചാൽ 16 - 9/16 × 100 വിൽ ബി ഗെറ്റിംഗ് അറൗണ്ട് 43%. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് സ്പീഡ് കാണണം. സ്പീഡ് കാണണമെങ്കിൽ EB അറിയണം. ഓക്കെ, അപ്പം ആദ്യം EB1 EB2 അറിയണം. EB1 = V - IA6. IA1 എന്ന് പറയുന്നത് എത്രയാണ്? 40 × 6.8. യു വിൽ ബി ഗെറ്റിംഗ് 410 വോൾട്ട്. അടുത്ത EB2 എന്ന് പറയുന്നത് 460 - 30 × 0.8 വിൽ ബി 436 വോൾട്ട്. ഓക്കെ, ദെൻ നമ്മൾക്ക് സ്പീഡാണ് അറിയേണ്ടത്. N2/N1 = EB2/EB1 × IA1/IA2 എന്നറിയാം. അപ്പം അതിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ N2 / N1 എന്ന് പറയുന്നത് എത്രയാണ്? 500. EB2 എന്ന് പറയുന്നത് 436 428 × 40/30. യു വിൽ ബി ഗെറ്റിംഗ് N2 ആസ് അറൗണ്ട് 680 RPM. ഓക്കെ, നിങ്ങൾക്ക് ചെയ്താൽ വേണ്ടി കിട്ടും. ഇക്വേഷൻസ് അറിയാമെന്നുള്ളതാണ് DC മോട്ടറിലായാലും മെഷീനുകളിലായാലും മെയിൻ കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇവിടെ രണ്ട് സ്പീഡ് തന്നിട്ടുണ്ട്. ആദ്യം ഇത് തന്നിട്ടുണ്ട്, പിന്നെ ഡ്രോപ്പ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ N1 എന്ന് പറയുന്ന സ്പീഡാണ് 1200, അത് ഡ്രോപ്പ് ചെയ്യുന്ന N2 1220. ഓക്കെ, അപ്പോൾ ആദ്യം EB1 EB2 കാണാം. EB1 = V 230 - IA തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട് അല്ലേ. അപ്പം 2.5 × 0.5, ഉത്തരം 228 വോൾട്ട്. ഇനി EB2 പറയുന്നത് എത്രയാണ്? V - IA. എന്ന് പറഞ്ഞാൽ IA തന്നിട്ടില്ല അല്ലേ, അപ്പോൾ IA കാണണം. അപ്പോൾ 0.5 6 IA2 അല്ലേ. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കതിന് ഇക്വേഷൻ അറിയുന്നത് എങ്ങനെയാണ്? N2/N1 = EB2/EB1. അപ്പോൾ N2/N1 എന്ന് പറയുമ്പോൾ 1120 / 1200 EB2 എന്ന് പറയുന്നത് 230 - 0.5 IA2 / 228 വോൾട്ട്സ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് IA2 ഒബ്റ്റെയിൻ ചെയ്യണം. നിങ്ങൾ ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് IA2 ആസ് 33 ആംപിയർ. ഓക്കെ, പിന്നെ പവർ കാണണം. പവർ കാണണമെങ്കിൽ നമുക്ക് ആദ്യം ലോഡ് കറണ്ട് കാണണം. IL × V കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ IL കാണണം. IL ഷണ്ട് മോട്ടറിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി IA + ISH ആണ്. അപ്പോൾ IA എന്ന് പറഞ്ഞാൽ IA2 ആണ്. ഓക്കെ, അപ്പോൾ IA2 എന്ന് പറയുമ്പോൾ 33 പ്ലസ് ഷണ്ട് കറണ്ട് എത്രയാണ്? ഷണ്ട് കറണ്ട് എന്ന് വെച്ചാൽ V/R ഷണ്ടാണ്. 31 + V എത്ര? 230/R ഷണ്ട്. ഷണ്ട് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട് എത്ര? 115. സോ ഇറ്റ് വിൽ ബി 35 ആംപിയർ. ഓക്കെ, സോ ആൻസർ വിൽ ബി 35 × V. V എന്ന് പറഞ്ഞാൽ 230. യുവർ ആൻസർ വിൽ ബി 8050 kW. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ക്ലിയർ? നെക്സ്റ്റ്, ആർമേച്ചർ സർക്യൂട്ട് റെസിസ്റ്റൻസ് ഓഫ് എ തന്നിട്ടുണ്ട് 20-50 വോൾട്ട് തന്നിട്ടുണ്ട് അല്ലേ. 6 തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്, വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഉടനടി നമുക്ക് EB1
നമ്മുടെ EB1 കാണാം. ഓക്കെ, അപ്പോൾ EB1 എന്ന് വെച്ചാൽ V മൈനസ് IA ഇൻറ്റു RA. IA ഇൻറ്റു RA സീരീസ് മോട്ടർ അല്ലേ. അതാ ഇവിടെ ലോഡ് കറണ്ട് വന്നിട്ടുണ്ട് IL. സീരീസ് മോട്ടർ ആയതുകൊണ്ട് ILും IAയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 80 ഇൻറ്റു RA പ്ലസ് RSC. RSC എന്ന് പറയുന്നത് RA എത്രയാണ് 0.1, RSC 0.05. സോ ഉത്തരം വിൽ ബി 235 വോൾട്ട്. EB2 എന്ന് പറയുന്നതോ ഇറ്റ് വിൽ ബി V എന്ന് വെച്ചാൽ 250 വോൾട്ട് മൈനസ് IA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴത്തെ കറണ്ടാണ് കാണേണ്ടത്, 100 ആംപിയർ ഉള്ള കറണ്ടാണ് കാണേണ്ടത്. അപ്പോൾ 100 ഇൻറ്റു RA പ്ലസ് RSC. RA പ്ലസ് RSCയും മാറുന്നുണ്ട് അല്ലേ. RA പ്ലസ് RSC അല്ല, RSC മാറുന്നില്ലല്ലോ, RSC സെയിം തന്നെ അല്ലേ. RSC എങ്ങനെയാണ് മാറുക? ഓക്കെ, അത് സെയിം ആയിരിക്കും. പിന്നെ അടുത്ത് EB1 EB2. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് N2 ആണ്. ഓക്കെ, കറണ്ട് 100 ആംപിയർ ആകുമ്പോഴുള്ള സ്പീഡ്, അതായത് പുതിയ കറണ്ടിലുള്ള പുതിയ സ്പീഡ്, അതായത് N2/N1 ഈക്വൽ ടു EB2/EB1 ഇൻറ്റു ∅2/∅1. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാം സീരീസ് മോട്ടറിൽ ∅ പ്രപ്പോർഷണൽ ടു IA ആണ്. അപ്പം ∅1/∅2 എന്ന് പറയുന്നത് പഴയ ആർമേച്ചർ കറണ്ട് എത്രയാണ് 80, പുതിയ കറണ്ട് എത്രയാണ് 100. അപ്പം അതാണ് നമ്മൾ എടുക്കേണ്ടത്. സോ N2/N1 ഈക്വൽ ടു അല്ല N2/N1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 600 ഈക്വൽ ടു EB2 എന്ന് പറയുന്നത് 235/230. EB2 എന്ന് പറഞ്ഞാൽ 232/235 ഇൻറ്റു ∅2/∅1 എന്ന് വെച്ചാൽ ∅2/∅1 അല്ല, ∅1/∅2 അല്ലേ. കാരണം N പ്രപ്പോർഷണൽ ടു EB/∅ അല്ലേ, ഇതല്ലേ ഇക്വേഷൻ. അപ്പോൾ ∅1/∅2 ആണ്. അപ്പോൾ ഇൻറ്റു 80/100. ഓക്കെ, അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻ N2. ഓക്കെ, യു വിൽ ബി ഗെറ്റിംഗ് ആൻ N2 ആസ് അറൗണ്ട് 470 RPM. സോ നോട്ട് ചെയ്യുക, 470 RPM അടുപ്പിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നത്. ഓക്കെ, then okay, last question. A 220 volt DC series motor is running at a speed of 800 RPM ആണ്. കാൽക്കുലേറ്റ് 100 ആംപിയർ കറണ്ട് കാൽക്കുലേറ്റ് അറ്റ് വാട്ട് സ്പീഡ് ദ മോട്ടർ വിൽ റൺ വെൻ ഡെവലപ്പിംഗ് ഹാഫ് ദ ടോർക്കും സ്പീഡൊക്കെ വരുന്നതാണ് അല്ലേ. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ആർമേച്ചർ ഫീൽഡ് തന്നിട്ടുണ്ട്. അസ്യൂം ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക ∅ പ്രപ്പോർഷണൽ ടു IA ആണ്. അതായത് ടോർക്ക് പ്രപ്പോർഷണൽ ടു ∅ ഇൻറ്റു IA, ടോർക്ക് പ്രപ്പോർഷണൽ ടു IA സ്ക്വയർ ആവും. അതാണ് അൺസാച്ചുറേറ്റഡ് പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനായിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. പിന്നെ നമുക്കറിയാവുന്ന ബേസിക് ഇക്വേഷനുകൾ എഴുതി വയ്ക്കുക. N2/N1 ഈക്വൽ ടു EB2/EB1 ഇൻറ്റു ∅1/∅2 അല്ലേ. നമുക്കിവിടെ ∅1 പ്രപ്പോർഷണൽ ടു IA പറഞ്ഞു, അതുകൊണ്ട് ഈ ഇക്വേഷൻ മാറ്റുക. N2/N1 ഈക്വൽ ടു EB2/EB1 ഇൻറ്റു IA1/IA2. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടോർക്കിൻ്റെ ഇക്വേഷൻ T2/T1 ഈക്വൽ ടു IA2/IA1 ഹോൾ സ്ക്വയർ. ഇക്വേഷനുകളൊക്കെ എഴുതാൻ പറ്റുന്ന നമുക്ക് പകുതി പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം പ്രോബ്ലം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് ഓരോ നോക്കാം. ടോർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹാഫ് ആവുന്നുണ്ട് ശരിയല്ലേ. അതായത് ടോർക്ക് T2 എന്താവുന്നുണ്ട്, ഹാഫ് ആവുന്നുണ്ട്. സോ ഹാഫ് ഈക്വൽ ടു കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ് IA2/IA1 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ കറണ്ടിൻ്റെ എന്താ റേഷ്യോ വരിക, IA1 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, IA2 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് വിൽ ബി IA1/√2 ശരിയല്ല. അതായത് IA1 നമുക്ക് തന്നിട്ടില്ലേ, സീരീസ് മോട്ടർ അല്ലേ. അപ്പോൾ ലോഡ് കറണ്ടാണ്, സീരീസ് മോട്ടർ ആയതുകൊണ്ട് IAയും ILയും ഈക്വലാണ്. അപ്പോൾ 100/√2 your equation will be 70.7 അല്ലേ, 70.7 ആംപിയർ. ക്ലിയർ. അപ്പോൾ IA2 കിട്ടി. സോ നമുക്ക് EB1 EB2 കാണാം. നമുക്കറിയാം EB2 ഈസ് ഈക്വൽ ടു വിന്ന് മാറ്റമൊന്നുമില്ല, മൈനസ് IA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം IA ഇൻറ്റു RA. ഉത്തരം 210 വോൾട്ട്. ദെൻ EB1 ഈക്വൽ ടു V മൈനസ് IA ഇൻറ്റു IA അല്ല RA ഇൻറ്റു IA ആണ്. പുതിയ IA2 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. എത്രയാണ് 70.7. സോ ഇൻറ്റു 70.7 യുവർ ആൻസർ വിൽ ബി 212 വോൾട്ട്. ഓക്കെ, പിന്നെ N2/N1 എന്ന് പറയുന്നത് എത്രയായിരുന്നു,
N1 800 ആയിരുന്നു. N1/N2 N1 ഈക്വൽ ടു EB2/EB1. EB2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? EB2 എന്ന് പറഞ്ഞാൽ 212 അല്ലേ. 212/210 ഇൻറ്റു IA1/IA2 അല്ലേ. IA1/IA2. IA1 എന്ന് പറഞ്ഞാൽ 100, ഇപ്പോഴത്തെ IA 70.7. So what will be N2? Your N2 will be 1150 RPM. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് പുതിയ സ്പീഡ് കണ്ടുപിടിക്കാം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള. DC മെഷീൻ്റെ സെക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഇതിൻ്റെ പുറത്തേക്കൊന്നൊരു ചോദ്യം വരുമൊന്നുമില്ല. നമ്മളതിന് കൂടുതൽ ഒബ്ജക്റ്റീവുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് സബ്ജക്റ്റീവ് നോളജ് തിയറി ഫുൾ പഠിച്ചു. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി വരിക. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി മേക്കിംഗ് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യണം. നമുക്കത് പിന്നീട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുക, അത് നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.